അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 6ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ ചാപ്റ്റർ 4 നാം പരിശോധിക്കുന്നത്. അദ്ദർസു റാബിഉ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നബി പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹുമ എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിനു മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴിമധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. സ്ത്രീകളുടെ സുരക്ഷക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല. എന്നാൽ പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ. വീടിനകത്തു വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അടുത്ത ഭാഗത്ത് കാണാം. ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്കു നല്ലത്. സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിൻ്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിൻ്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹദി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യമുണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ശർഅ് മുന്നോട്ട് വെച്ചത്. ഖുർആൻ പറയുന്നു, പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്ത്രീ ഔറത്താണ്. പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അവൾ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആദ്യം തന്നെ കാണാം നുൻഷിഉൽ ജുംല ഉണ്ടാക്കുക. ഐശ്വര്യം, സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ്. ആകർഷണം, പുരുഷന്മാരെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കരുത്. പ്രതിഫലം, വീടിനകത്ത് നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇനി 2 നംലഉൽ ഫറാഗ്, വിട്ടഭാഗം പൂരിപ്പിക്കുക. സ്ത്രീകളുടെ സുരക്ഷക്കാണ് ഡാഷ് പ്രാധാന്യം നൽകിയത്. ഇസ്ലാം. സ്ത്രീ ഡാഷ് ആണ്, പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. സ്ത്രീ ഔറത്താണ്. ഇനി 3 പുരുഷന്മാർക്ക് ഡാഷിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണത പ്രതിഫലം ലഭിക്കൂ, മസ്ജിദിൽ. അടുത്തത് 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ ഡാഷ് അവിടേക്ക് കടന്നു വന്നു, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം. ഇനി 5 സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡാഷ് പുരുഷനോ
വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം, മഹറമായ പുരുഷനോ. ഇനി അടുത്തത് കാണാം. നുബയ്യനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നബി പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു ഭാര്യമാരോടും മറയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം 2. നിൻ്റെ വീടിൻ്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം. ഉമ്മു ഹമീദിന് സായിദി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്. അടുത്തത് നക്തശിഫുൽ മഅന മിനൻ നസ്വ്, ഖുർആനിൽ നിന്നുള്ള ഈ ആയത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുക. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫന ഫലാ യുദൈന വ കാനല്ലാഹു ഗഫൂറർ റഹീമ. പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. അടുത്തത് ഇന്നൽ മർഅത ഔറത്തുൻ ഫൈദാ ഖറജത്ത് ഇസ്തശ്റഫ ഷൈത്വാനു വ അഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖൈരി ബൈതിഹാ. സ്ത്രീ ഔറത്താണ്. പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അവൾ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. ഇനി അടുത്തത് കാണാം. പുറത്ത് 3. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹഖഖന ത്വരീഖ അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴിമധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. ഇനി ഇവിടെ തഖ്സീസ് കാണാം. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര മുതിർന്ന സ്ത്രീകളുണ്ട്? അവരിൽ പർദ്ദ ധരിക്കുന്നവർ എത്രയുണ്ട്? റിപ്പോർട്ട് തയ്യാറാക്കുക. 2. സ്ത്രീ രംഗപ്രവേശവും സ്ത്രീ പീഡനവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്ത് തയ്യാറാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.